ബേസ് തിയറം. യെസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അത് ബേസ് തിയറം എന്ന് പറഞ്ഞാല് അതായത് ഇപ്പൊ ഇത്രയും നാളെന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ ആ ബാഗിൽ നിന്ന് ഒരു ഒറ്റ ബാഗ് ഒക്കെ കാണത്തുള്ളൂ. ഒറ്റ ബാഗിൽ റെഡ് ബോളും ബ്ലാക്ക് ബോളും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് ബ്ലാക്ക് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി, റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി, അങ്ങനെയൊക്കെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ബേസ് തിയറം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, രണ്ട് ബാഗ് ഉണ്ട് നമുക്ക്. രണ്ട് ബാഗ് ഉണ്ടെങ്കിൽ അതായത് റെഡ് ബോൾ എടുത്തു, എന്നിട്ട് ആദ്യത്തെ ബാഗിൽ നിന്ന് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്, അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ആൻസർ ഇപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചതിനകത്ത് ഇല്ല. അങ്ങനെയാണ് ബേസ് കൊണ്ടുവന്നത്. ഓക്കെ, ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെ ഒരു തിയറം ഉണ്ടെന്ന് ബേസ് കൊണ്ടുവന്നത്. അപ്പൊ പ്രോപ്പർട്ടി പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് നോക്കണം. അതായത് ആ രണ്ട് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാഗ് സെക്കൻഡ് ബാഗ് എന്നുള്ളതാണ് എന്ത്, E1 E2. അപ്പൊ E1 ഇന്റർസെക്ഷൻ E2 എന്ന് പറഞ്ഞാൽ നള്ളായിരിക്കും, അതിന്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ആയിരിക്കും. തിയറം ഓഫ് ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ റെഡ് ബോൾ എടുക്കുക, ആ റെഡ് ബോൾ എന്റെ ആദ്യത്തെ ബാഗിലുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് രണ്ട് ബാഗ് ഉണ്ട്. ആദ്യത്തെ ബാഗിൽ എന്താണ്, രണ്ട് വൈറ്റും 3 റെഡ് ബോൾസും ആണുള്ളത്. രണ്ടാമത്തെ ബാഗിൽ 4 വൈറ്റും 5 റെഡ് ബോൾസും ആണുള്ളത്. ഓക്കെ, എങ്കില് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഓക്കെ, ഇതിന്റെ അകത്ത് റെഡ് ബോള് കിട്ടാനുള്ള പ്രോബിലിറ്റി, റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ, ആദ്യത്തെ ബാഗിൽ നിന്ന് റെഡ് ബോൾ എടുക്കണം, രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബോൾ എടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യത്തെ ബാഗിന്റെ പ്രോബിലിറ്റി അതായത് P(E1) ഇൻറ്റു എന്ത് വേണം, P(A)(E1) അതായത് റെഡ് ബോൾ കിട്ടാൻ, റെഡ് ബോൾ ആദ്യത്തെ ബാഗിലുള്ളതിന്റെ പ്രോബിലിറ്റി P(A)(E1) പ്ലസ് P(E2) ഇൻറ്റു P(A)(E2). അങ്ങനെ ടോട്ടൽ എത്ര ബാഗ്സിൽ റെഡ് ബോൾ ഉണ്ടോ അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് P(A). എ എന്ന് പറഞ്ഞാൽ റെഡ് ബോൾ കിട്ടാൻ, ഞാൻ ചുമ്മാ ഒരു ഇവന്റ് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ റെഡ് ബോൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതാണ് എന്ത്, ടോട്ടൽ പ്രോബിലിറ്റി തിയറം. ഇനി ബേസ് ഇതാണ്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹാസ് അണ്ടർടേക്കൻ, ഒരു കൺസ്ട്രക്ഷൻ ജോബ് അണ്ടർടേക്കൻ ചെയ്തു. പ്രോബിലിറ്റീസ് ആർ 0.65 ദാറ്റ് ദെയർ വിൽ ബി, ഒരു സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി ഇതാണ്. സ്ട്രൈക്ക് ഇല്ലെങ്കിൽ അതായത് 0.80 the construction job will be completed on time if there is no strike. Okay, and 0.32 construction job will be completed if there is a strike ഉണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നത് 0.32 ആണ്. അപ്പം സ്ട്രൈക്ക് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും 0.65 അല്ലേ. സ്ട്രൈക്ക് ഇല്ലാത്തതിന്റെ പ്രോബിലിറ്റി എന്താ 1 മൈനസ് P(P), അതായത് 1 മൈനസ് 0.65 എന്ന് പറഞ്ഞാൽ 0.35 വരും. പിന്നെ P(A)(B) എന്ന് പറഞ്ഞാൽ എന്താ, അതായത് സ്ട്രൈക്ക് ഉണ്ട്, സ്ട്രൈക്ക് ഉണ്ടെങ്കിലും കൺസ്ട്രക്ഷൻ ജോബ് കംപ്ലീറ്റ് ചെയ്യും. അത് 0.32 ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ, 0.32 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത് കൺസ്ട്രക്ഷൻ ജോബ് കംപ്ലീറ്റ് ചെയ്യും സ്ട്രൈക്ക് ഇല്ലെങ്കിൽ, അതും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വേണ്ട എന്ത്, നമുക്ക് കൺസ്ട്രക്ഷൻ ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാ. കൺസ്ട്രക്ഷൻ ജോബ് എപ്പം കംപ്ലീറ്റ് ചെയ്യും, സ്ട്രൈക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കംപ്ലീറ്റ് ചെയ്യുമല്ലോ. അപ്പൊ സ്ട്രൈക്ക് ഉള്ള പ്രോബിലിറ്റി ഇൻറ്റു, അല്ല സ്ട്രൈക്ക് ഇല്ലാത്ത പ്രോബിലിറ്റി ഇൻറ്റു സ്ട്രൈക്ക് ഇല്ലെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, അതാണ് A/A(B). പിന്നെ സ്ട്രൈക്ക് സ്ട്രൈക്ക് ഇല്ലാത്ത പ്രോബിലിറ്റി, ആദ്യം സ്ട്രൈക്ക് ഉള്ളതായിരുന്നു, സ്ട്രൈക്ക് ഇല്ലാത്ത പ്രോബിലിറ്റി ഇൻറ്റു സ്ട്രൈക്ക് ഇല്ലെങ്കിലും ലൈക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, അതാണ് ടോട്ടൽ വരുന്നത്. ഇതാണ് ടോട്ടൽ പ്രോബിലിറ്റി തിയറം. ബാഗിന്റെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ബേസ് തിയറം എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പോലെ, അതായത് E1 ഗീവൺ, അതായത് ആദ്യത്തെ ബാഗിൽ നിന്ന് റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യത്തെ ബാഗിൽ റെഡ് ബോളിന്റെ പ്രോബിലിറ്റി, അപ്പൊ ആദ്യത്തെ ബാഗിന്റെ പ്രോബിലിറ്റി ഇൻറ്റു റെഡ് ബോളിന്റെ പ്രോബിലിറ്റി ഡിവൈഡഡ് ബൈ സം ഓഫ് എല്ലാ പ്രോബിലിറ്റിയും, അതായത് സം ഓഫ് എന്ന് വെച്ചാൽ സം ഓഫ് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. അതാണ് എന്ത്, അതാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കി തരാം. Even are called hypothesis. P of E is called priority probability of hypothesis EI. The conditional probability EI by A is called posterior probability of the hypothesis. Like ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തിനാ ചോദിക്കും, ലൈക്ക് ഈ അസേർഷൻ റീസൺ ഒക്കെ ചോദിക്കാം. ജസ്റ്റ് ഇതൊക്കെ നോക്കി വെക്കണേ. ഇനി നോക്കി ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ബാഗ് 1 contains 3 red balls and 4 black balls, while another bag 2 contains 5 red ball and 6 black balls. Okay, ഒരു ബോൾ ഞാൻ റാൻഡംലി എടുത്തു and it is found to be red. Find the probability that it has drawn from bag 2. ഇത് ബാഗ് 2ന്ന് ഞാൻ എടുത്ത പ്രോബിലിറ്റി. ഗിവൺ എന്താ തന്നിട്ടുള്ളത്, റെഡ് തന്നിട്ടുള്ളത്. അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ, ഓക്കെ ബോള് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി റെഡ്. അപ്പൊ റെഡ് എന്നുള്ളതാണ് എന്ത്, എ ബി ദ ഇവന്റ് ഓഫ് ഡ്രോയിങ് റെഡ്. അത് നമുക്ക് ഈ സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ നിന്ന് മനസ്സിലാവും എന്താ എടുക്കേണ്ടതെന്ന്. അപ്പൊ റെഡാ. ഇനി നമുക്ക് നോക്കണ്ട 1ഉം 2 എന്ന് പറഞ്ഞാൽ E1ഉം E2 ആ. അപ്പൊ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, പി ഓഫ്, അതായത് ഇറ്റ് വാസ് ഡ്രോൺ ഫ്രം ബി, അതായത് ഗിവൺ തന്നിട്ടുള്ളത് റെഡ് ആണ്,
ബാഗ് എന്ന് പറയുന്നത് 2 ആണ്. അതായത് പി ഓഫ് ഇ ടു ബൈ എ. അതാണ് നമുക്ക് കണ്ടോ പി ഓഫ് ഇ ടു ബൈ എ ആണ് എന്ത് നമുക്ക് കണ്ടുപിടിക്കണം. പി ഓഫ് ഇ ടു ബൈ എ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പി ഓഫ് ഇ ടു ബൈ എ എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുല വെച്ച് പി ഓഫ് ഇ ടു ഇൻറ്റു പി ഓഫ് എ ബൈ ഇ ടു. അതായത് ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താ? ബാഗ് 2ന്ന് റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി. ടോട്ടൽ റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താ? ആദ്യം നമ്മൾ ബാഗ് 1ൽ ചെല്ലണം അല്ലെ, എന്നിട്ട് റെഡ് എടുക്കണം. ബാഗ് 1ൽ ചെല്ലാനുള്ളത് എന്താ? ബാഗ് 1ഉം 2ഉം ആകെ 2 ബാഗേ ഉള്ളൂ. അപ്പം ബാഗ് 1 എടുക്കാനുള്ള പ്രോബിലിറ്റി 1/2 ആ. ഇനി ബാഗ് 1ന്ന് റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയാ? ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 3 + 4 7 ഉണ്ട്. റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി 3/7. ഇനി ബാഗ് 2ന്ന് റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താ? ടോട്ടൽ പ്രോബിലിറ്റി 11 ആണ്. അപ്പം ഇത് എന്ത് വരും? 5/11 എന്ന് വരും. ഓക്കെ, അപ്പം ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ബാഗ് 2ൽ നിന്ന് റെഡ് ബോൾ എടുക്കണം. അന്ന് വെച്ചാൽ എന്താ? ഗിവൺ, അതായത് ഗിവൺ ബാഗ് 2. അപ്പം ടോട്ടൽ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താ? പി ഓഫ് ഇ ടു ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ ടു ആണോ? നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പി ഓഫ് ഇ ടു ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ ടു. ഇ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, 2 ബാഗ് ഉണ്ട്, അതിൽ നമ്മൾ ചൂസ് ചെയ്യണം ഒരു ബാഗ്. ഓക്കെ, ആ ചൂസ് ചെയ്തു, നമ്മൾ ഒരു ബാഗ് ചൂസ് ചെയ്തു, അതിന്റെ പ്രോബിലിറ്റി 1/2. പി ഓഫ് ഇ ടു എടുത്തു. ഇനി ഇ ടുവിന്റെ അകത്ത് എന്താ ഉള്ളത്? ഇ ടുവിന്റെ അകത്ത് റെഡ് ബോൾ ഉണ്ട്. എത്ര റെഡ് ബോളാണ് ഉള്ളത്? 5 റെഡ് ബോൾ. ടോട്ടൽ 5/11 പ്രോബിലിറ്റി ആണ് അത്. ഇനി അടുത്തത് ഫസ്റ്റ് ബാഗിന്റെ അകത്ത് എടുക്കുക. ഫസ്റ്റ് ബാഗ് എടുക്കാനുള്ള പ്രോബിലിറ്റി ഏതാ? 1/2 ഇൻറ്റു എ ഗീവൺ ഈവൺ എന്ന് പറഞ്ഞാൽ 3/7 പ്ലസ് 1/2 ഇൻറ്റു 5/11. ഇത് കൂട്ടുമ്പോഴത്തേക്ക് 35/68 വരും. അതാണ് എന്ത്? ബേസ് തിയറം. ബേസ് തിയറം വെച്ചിട്ട് ഒരു ബാഗ് ഗിവൺ, അതായത് റെഡ് ബോള് സെക്കൻഡ് ബാഗിൽ നിന്ന് എടുക്കാനുള്ള പ്രോബിലിറ്റി, അങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ എത്ര നേരം നമ്മൾ എന്താ പഠിച്ചത്? ഓക്കെ, ബാഗ് ഉണ്ട്, ആ ബാഗിൽ നിന്ന് റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി ഡയറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് അങ്ങനല്ല. റെഡ് ബോള് സെക്കൻഡ് ബാഗിൽ നിന്ന് തന്നെ എടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബേസ് തിയറം തന്നെ യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ ഈ എക്സാമ്പിൾസ് എല്ലാം ചെയ്ത് നോക്കണം. ടൈമിന്റെ ഒരു പാടുള്ളതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അത് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഈ ഡോക്ടറിന്റെ ക്വസ്റ്റിനൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ മേജർലി ഉള്ളത്. പിന്നെ ഈ ഒരു ഇതിൽ നിന്ന് ഞാനൊരു ബേസിക് ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കുക തന്നെ. ഡൗട്ട് ഉള്ളത് കമന്റ് ചെയ്താൽ മതി. സോ യെസ്, ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ബാക്കി വീഡിയോയിൽ, അപ്പൊ അടുത്ത പാർട്ട് ഓഫ് വീഡിയോയിൽ ഞാൻ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ പ്രോബിലിറ്റിയിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ ബൈ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.